ഹായ് ഫ്രണ്ട്സ്, 5 മിനിറ്റ് കൊണ്ട് കമ്പ്യൂട്ടറിലെ മെമ്മറി യൂണിറ്റ് പഠിച്ചാലോ? വളരെ ചെറിയ ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും മത്സര പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ചോദിക്കാറുണ്ടല്ലേ, ബിറ്റ് എന്നാൽ എന്താണ്, ബൈറ്റ് എന്താണ്, നിബിൾ എന്താണ്, കിലോബൈറ്റ് എന്താണ്, മെഗാബൈറ്റ് എന്താണ്, ജിഗാബൈറ്റ് എന്താണ്, ഹെക്സാബൈറ്റ് എന്താണ്, ടെറാബൈറ്റ് എന്താണ്, പീറ്റാബൈറ്റ് എന്താണ്, യോട്ടാബൈറ്റ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഒന്നുമില്ല, കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂണിറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് കാര്യം മാത്രം ഓർത്ത് വെക്കുക. ഒന്ന്, ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ആയിട്ടുള്ള ബിറ്റ്, അതിനെ ബൈനറി ഡിജിറ്റ് എന്നാണ് പറയുന്നത്. ബൈനറി ഡിജിറ്റ് 0, 1 എന്നീ അക്കങ്ങളിലായിരിക്കും. നമ്മുടെ സംഖ്യയെ പോലെ തന്നെയാണ്. സംഖ്യകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനമായി നമ്മൾ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ 2 എന്താണ്? 1 0, വാല്യൂ ഇല്ല, പിന്നെ 1. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റ് ബിറ്റ്, അതാണ് ബൈനറി ഡിജിറ്റ് 0, 1. പിന്നെ 1024 എന്ന നമ്പറും കൂടെ ഓർത്ത് വെക്കുക. അത് വെച്ച് നമുക്ക് അറിയേണ്ട മെമ്മറി യൂണിറ്റ് എല്ലാം കണക്ട് ചെയ്യാം. ഇങ്ങനെ ഓർത്തോളൂ, ഒരു നിബിൾ എന്താണ് എന്ന് ചോദിക്കും. അത് 4 ബിറ്റ് ആണ് ഒരു നിബിള്. അത് കുട്ടികളുടെ പല്ല് വെച്ച് ഓർക്കാം. കുട്ടികളുടെ പല്ല് ബിറ്റ് പോലത്തെ 4 ബിറ്റ് പോലത്തെ പല്ലിലല്ലേ അവർ നിബിള്, എന്താ പറയുക, പാലുകൂടിയൊക്കെ മാറാനായിട്ട് കടയിൽ നിന്ന് നിബിള് വാങ്ങിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവർ 4 ബിറ്റ് പോലത്തെ പല്ല് വെച്ചിട്ടില്ലേ നുണയുന്നത്. അപ്പൊ അത് വെച്ച് ഓർത്താൽ മതി, 4 ബിറ്റാണ് ഒരു നിബിള്. എങ്കിൽ 8 ബിറ്റ് എന്നാൽ ഒരു ബൈറ്റ് ആണ്. കുട്ടികൾക്ക് 8 ബിറ്റ് പോലത്തെ പല്ലാവുമ്പോഴത്തേക്കും ഒരു നല്ല ബൈറ്റ് നമുക്ക് കിട്ടുമല്ലേ, നല്ല കടി കിട്ടും. അങ്ങനെ ഓർത്താൽ മതി, 8 ബിറ്റ് ഒരു ബൈറ്റ്. എങ്കിൽ 1024 ബൈറ്റ് കിട്ടിയാലോ? അത് ഒരാളെ കൊല ചെയ്യുന്നതിന് തുല്യമാണല്ലേ. അങ്ങനെ ഓർക്കുക, 1024 എന്നുള്ള നമ്പറിലേക്ക് പ്രവേശിച്ചു. ഇനി നമുക്ക് 1024 വെച്ചിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. 1024 ബൈറ്റ് കിട്ടിയാൽ ഒരാളെ കൊല ചെയ്യാൻ പറ്റും എന്നോർത്തോളൂ. 1024 ബൈറ്റ് എന്നാൽ ഒരു കിലോ ബൈറ്റ് ആണ്. എങ്കിൽ ഇനി ഓർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഓർത്തോളൂ. അടുത്ത് വരാൻ പോകുന്നത് എം ജി ശ്രീകുമാറിനെ കുറിച്ചിട്ട് ഓർക്കണം. MG, അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ ഓർത്താൽ മതി, MG. അദ്ദേഹം ടപ്പേന്ന് ഒരു പാട്ട് പാടുകയായിരുന്നു. ടപ്പേ, അതിലെ TP ഉണ്ട്. ആ രീതിയിൽ കണക്ട് ചെയ്യുക. ആ പാട്ട് ഏതാണെന്ന് അറിയാവോ? XYZ എന്നല്ലേ സാധാരണ നമ്മൾ പറയുക, ആൽഫബറ്റിക്കൽ അവസാനത്തെ 3 ലെറ്റേഴ്സ്. എന്നാൽ അദ്ദേഹം പാടിയ പാട്ട് എന്നാൽ XZY എന്നാണ്. അപ്പൊ ഓർത്ത് വെക്കൂ, MG അദ്ദേഹം ടപ്പേന്ന് ഒരു പാട്ട് പാടി, XZY എന്നാണ്. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ M എന്നാൽ മെഗാബൈറ്റ് ആണ്. നമ്മൾ അവസാനം കിലോ ബൈറ്റിലാണ് നിർത്തിയത്. ഇനി എല്ലാം 1024 കൺവെർട്ട് ചെയ്ത് കൊടുക്കുക. 1024 കിലോ ബൈറ്റ് എന്നാൽ ഒരു മെഗാബൈറ്റ്. ആദ്യത്തെ M വന്നു. അടുത്തത് G ആണ്. M കഴിഞ്ഞ് G. അപ്പൊ 1024 മെഗാബൈറ്റ് ആണ് ഒരു ജിഗാബൈറ്റ്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ അടുത്ത് വരുന്നത് ടപ്പേ. അദ്ദേഹം TP എന്നുള്ള രീതിയിലാണ് കണക്ട് ചെയ്യാൻ പറഞ്ഞത്. ടപ്പേ എന്ന് പാട്ട് പാടി. അതിലെ T എന്നാൽ 1024 ജിഗാബൈറ്റ് ആണ് ഒരു ടെറാബൈറ്റ്. അതാണ് T. ഇനി എന്താണ്? P. ആ P എന്നാൽ പീറ്റാബൈറ്റ് ആണ്. 1024 ടെറാബൈറ്റ് ആണ് ഒരു പീറ്റാബൈറ്റ്. അപ്പൊ ആ രീതിയിൽ ഓർക്കുക, MGTP. ഇതെല്ലാം 1024 ഇട്ട് കൊടുത്ത് കൺവേർട്ട് ചെയ്താൽ മതി. 1024 കിലോ ബൈറ്റ് ഒരു മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ് ഒരു ജിഗാബൈറ്റ്. അതാണ് MG. എങ്കിൽ 1024 ജിഗാബൈറ്റ് ഒരു ടെറാബൈറ്റ്. എങ്കിൽ 1024 ടെറാബൈറ്റ് ഒരു പീറ്റാബൈറ്റ്. TP, ടപ്പേ എന്ന് പാട്ട് പാടിയ പാട്ടെന്താണ്? XZY അല്ലേ. സാധാരണ ആൽഫബറ്റിക്കൽ അവസാനത്തെ 3 ലെറ്റർ XYZ എന്നാണല്ലേ. പക്ഷെ അദ്ദേഹം പാടിയപ്പോഴത്തേക്ക് തല തിരിച്ചാണ് പാടിയത്. X കഴിഞ്ഞിട്ട് ZY എന്ന് പാടി എന്നോർത്തോളൂ. അപ്പൊ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ടപ്പേന്ന് പാട്ട് പാടി, അപ്പൊ അവസാനം P തുടങ്ങുന്ന പീറ്റയിലാണ് നമ്മൾ നിർത്തിയത്. ഇനി അത് കഴിഞ്ഞിട്ട് പാട്ടിലോട്ടാണ് വന്നത്. യെസ്, ആദ്യം X എന്നാൽ 1024 പീറ്റാബൈറ്റ് ആണ് ഒരു എക്സാബൈറ്റ് അഥവാ ഹെക്സാബൈറ്റ് എന്ന് ഓർത്തോളൂ. X പോലത്തെ പ്രൊനൗൺസിയേഷൻ അല്ലേ. എങ്ങനെയാ പാടിയത്? XZY. അപ്പൊ അടുത്ത ഇസഡിലാണ് തുടങ്ങുന്നത്. 1024 എക്സാബൈറ്റ് ആണ് ഒരു സീറ്റാബൈറ്റ്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. XZY എന്നാണ്. അപ്പൊ അടുത്ത ഒയിൽ തുടങ്ങുന്ന യോട്ടാബൈറ്റ് ആണ്. സോറി, ഞാൻ ഇവിടെ എഴുതിയപ്പോഴത്തേക്ക് യോണ്ടാന്ന് പോയി, അല്ല, യോട്ടോബൈറ്റ് ആണ്. അപ്പോ സീറ്റ കഴിഞ്ഞിട്ട് അടുത്ത Y ആണ് വരുന്നത്. Z കഴിഞ്ഞ് Y. 1024 സീറ്റാബൈറ്റ് ആണ് ഒരു യോട്ടാബൈറ്റ്. അപ്പൊ ഇത്രയും കണക്ട് ചെയ്യാലോ. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? ബിറ്റിനെ കുറിച്ച് പറഞ്ഞു. അടിസ്ഥാനമായിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ യൂണിറ്റ് ആണ്. പിന്നെ അതിനുശേഷം കുട്ടികളുടെ പല്ല് വെച്ചിട്ട് ഓർക്കാനാണ് പറഞ്ഞത്. ഈ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് പോലത്തെ 4 പല്ല് വെച്ചിട്ടാണ് അവര് നിബിള് നുണയുന്നതല്ലേ. അപ്പൊ ഒരു നിബിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റ് ആണ്. എങ്കിൽ അത് 8 ബിറ്റായി മാറുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബൈറ്റ് തന്നെ കിട്ടും. അപ്പൊ ഒരു ബൈറ്റ്
8 ബൈറ്റ് ആണ് എങ്കിൽ 1024 ബൈറ്റ് കിട്ടിയാൽ എന്താവും? കൊല ചെയ്യപ്പെടുമല്ലോ ഒരാള്. യെസ്, 1024 ബൈറ്റ് ആണ് ഒരു കിലോ ബൈറ്റ്. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ MG അണ്ണന്റെ കഥയിലോട്ട് വന്നത്. MG ശ്രീകുമാർ ടപ്പേന്ന് ഒരു പാട്ട് പാടി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ XZY എന്നാണ്. അപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അവസാനം നോക്കേണ്ട 2 യൂണിറ്റ് ബ്രോണ്ടോ ബൈറ്റും പിന്നെ ഒരു ജിയോ ബൈറ്റും ആണ്. അത് ഈ രീതിയിൽ ഓർത്താൽ മതി. ഇതെല്ലാം ഒരു ബ്രോ ജിയോ കണക്ഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പാട്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോ അദ്ദേഹം പാടിയ പാട്ടിലാണ് നമ്മൾ നിർത്തിയത്. XZY. ഇത് ബ്രോ ജിയോ കണക്ഷനിലൂടെ കണ്ടു എന്നാണ്. യെസ്, Y കഴിഞ്ഞിട്ട് യോട്ട ബൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ബ്രോയിൽ തുടങ്ങുന്ന ബ്രോണ്ടോ ബൈറ്റ് ആണ്. 1024 യോട്ട ബൈറ്റ് ഒരു ബ്രോണ്ടോ ബൈറ്റ് ആണ് എന്നോർത്തോളൂ. അദ്ദേഹം എന്തിലാണ് കണ്ടത്? ജിയോ അല്ലേ? അപ്പോ ബ്രോ കഴിഞ്ഞിട്ട് ബ്രോണ്ടോ കഴിഞ്ഞിട്ട് അടുത്ത ജിയോയിൽ തുടങ്ങുന്നതാണെന്ന് ഓർത്തോളൂ. 1024 ബ്രോണ്ട ബൈറ്റ് ആണ് ഒരു ജിയോ ബൈറ്റ്. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പൊ ഇത്രയുമാണ് കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂണിറ്റ്. ഈസി അല്ലേ? അപ്പൊ ഈ രീതിയിൽ ഓർത്ത് വെക്കൂ. വളരെ പ്രധാനപ്പെട്ടതാണ്. മത്സര പരീക്ഷയിൽ സ്ഥിരം ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടർ നോളജ് എന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഇതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ട് സൈബർ ലോ വന്നിട്ട് രസകരമായിട്ടുള്ള കഥയിലൂടെയാണ് കണക്ട് ചെയ്ത് പഠിച്ചത്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടോളൂ. കീബോർഡിന്റെ ഷോർട്ട് കട്ട് കീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വന്നിട്ട് പ്ലേലിസ്റ്റിൽ കമ്പ്യൂട്ടർ എന്ന ഭാഗത്ത് ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ്സിലേക്ക് നോട്ട് വേണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ള എല്ലാ ക്ലാസ്സും ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ചിരഞ്ജൻ. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.